ഈശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യേശുനാഥന്റെ സ്വർഗാരോഹണത്തോടുകൂടി രക്ഷാകര ചരിത്രത്തിന് തിരശ്ശീല വീഴുകയായിരുന്നില്ല, മറിച്ച് അതൊരു പുതിയ വഴിത്തിരിവിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. എന്തായിരുന്നു ആ വഴിത്തിരിവ്? യേശുനാഥനിലൂടെ നേടിയെടുക്കപ്പെട്ട മാനവരക്ഷ ലോകത്തിന്റെ അതിർത്തികൾ വരെയും എത്തിക്കാനുള്ള ദൗത്യം പരിശുദ്ധാത്മാവ് പന്തക്കുസ്താ ദിനത്തിൽ ആരംഭിക്കുകയായിരുന്നു. ഈ ദൗത്യം നിർവഹിക്കാനായി പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കുക യേശുനാഥന്റെ ശിഷ്യഗണത്തെ ആയിരുന്നു. ഈ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായി പരിശുദ്ധാത്മാവ് ശിഷ്യഗണത്തെ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തിയതെന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. യേശുനാഥന്റെ പരിസ്ഥിതി ജീവിതകാലത്ത് യേശുനാഥനോട് ഒപ്പം ഉണ്ടായിരുന്നവരായിരുന്നു ഈ ശിഷ്യഗണം. എന്നാൽ ഘട്ടം ഘട്ടമായിട്ടാണ് യേശുനാഥന്റെ വ്യക്തിത്വത്തെ അവർ മനസ്സിലാക്കിയെടുക്കുക. ആദ്യം യേശുനാഥനെ പ്രവാചകന്മാരിൽ ഒരുവനായിട്ടാണ് അവർ കണക്കാക്കുക. തുടർന്ന് ദാവീദ് രാജാവിന്റെ സിംഹാസനം പുനഃസ്ഥാപിക്കുന്ന വരാനിരിക്കുന്ന മിശിഹായായിട്ട് യേശുനാഥനെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവസാനം യേശുനാഥൻ ശിഷ്യഗണത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിഷ്യഗണത്തിന്റെ പ്രതിനിധിയായി പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നീ സജീവ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. ശിഷ്യഗണം ഈ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണതയിലേക്ക് അവർ നയിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഗത്സമനിൽ യേശുനാഥൻ പീഡാസഹനത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ ശിഷ്യഗണം തങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി അവിടെ നിന്ന് ഓടിയൊളിക്കുക. യേശുനാഥന്റെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്നെ അനുഭവിക്കാനായി അവസരം നൽകുമ്പോഴാണ് ഇവൻ കേവലം ഒരു പ്രവാചകനോ വരാനിരിക്കുന്ന മിശിഹായോ മാത്രമല്ല, മറിച്ച് സജീവ ദൈവത്തിന്റെ പുത്രനാണെന്ന ബോധ്യത്തിലേക്ക് അവർ നയിക്കപ്പെടുന്നത്. എന്നാൽ ഈ ബോധ്യത്തിൽ ശിഷ്യഗണം ആഴപ്പെടുന്നത് പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേലേക്ക് കടന്നു വരുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞ് സ്വർഗീയമായ ജ്ഞാനം നൽകുമ്പോഴാണ് യേശു ദൈവപുത്രനാണെന്ന പൂർണ്ണമായ ബോധ്യത്തിലേക്ക് അപ്പോസ്തലന്മാർ കടന്നു വരിക. ആ നിമിഷം മുതൽ മരണം വരെ യേശുനാഥൻ ദൈവപുത്രനാണ് എന്ന് ലോകത്തോട് പ്രഘോഷിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് ശിഷ്യഗണത്തിന്റെ മേലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഭയം പരിപൂർണമായിട്ട് നീക്കപ്പെടുകയാണ്. യേശുനാഥൻ ഉദ്ധിതനായതിനു ശേഷവും ഉദ്ധിതനായ യേശുനാഥനെ കണ്ടതിനു ശേഷവും ഭയം മൂലം അവർ മുറിക്കുള്ളിൽ കതകടച്ച് ഇരിക്കുന്നുണ്ട്. എന്നാൽ പന്തക്കുസ്താ ദിനം പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഈ ഭയമെല്ലാം മാറി ലോകത്തോട് യേശുനാഥനെ അവർ പ്രഘോഷിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. യേശുനാഥനെ പരസ്യമായി 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസ് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ യേശുനാഥൻ ദൈവപുത്രനാണെന്ന് ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ ഏറ്റുപറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ലാതെ മറ്റ് എന്താണ്? പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് ശിഷ്യഗണം കപടതകളും പൊയ്മുഖങ്ങളും ഇല്ലാതെ യേശുനാഥന്റെ സജീവ സാക്ഷികളായിട്ട് മാറുന്നത്. തങ്ങൾക്ക് ലഭിച്ച കൃപകളൊക്കെ തങ്ങളുടെ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ഉപയോഗിക്കാതെ ലോകത്തിന്റെ അതിർത്തികൾ വരെയും യേശുനാഥന്റെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഊർജമാക്കിക്കൊണ്ട് ശിഷ്യന്മാർ യേശുനാഥന്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നാം പന്തക്കുസ്താ തിരുനാളിനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു കാര്യം നാം ഒക്കെ ഓർക്കേണ്ടതുണ്ട്. പന്തക്കുസ്താ തിരുനാൾ ഭൂതകാലത്തിൽ നടന്ന ഒരു സംഭവമല്ല, മറിച്ച് ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട വിശ്വാസ അനുഭവമാണ്. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ മാത്രമാണ് യേശുനാഥൻ ദൈവപുത്രനാണെന്നുള്ള ബോധ്യത്തിലേക്ക് ആഴപ്പെടാൻ നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് ഭയമില്ലാതെ സുവിശേഷമാകാനും സുവിശേഷം ലോകത്തോട് പ്രഘോഷിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോഴാണ് കപടതകളും പൊയ്മുഖങ്ങളും മാറ്റിവെച്ചുകൊണ്ട് യേശുനാഥന്റെ സജീവ സാക്ഷികളായി ഈ ലോകത്തിൽ മറു ക്രിസ്തുമാരായി മാറാൻ നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.